ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാണ്. അറിയാമല്ലോ, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളിപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വലുതെ വരുന്ന റീഡിംഗ് ആണ്. പോസിറ്റീവ് തിങ്കിങ്, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നിങ്ങളുടെ എനർജിയാണ് നോക്കുന്നത്. വിശ്വസിക്കുക മാത്രം ചെയ്യുക, എങ്കിൽ മാത്രമാണ് ഇവിടെ യൂണിവേഴ്സ് നമ്മളിലേക്ക് നമ്മൾ ആഗ്രഹിച്ച കാര്യം സാധിപ്പിച്ച് തരുള്ളൂ കേട്ടോ. ഓക്കെ, 4 കാർഡ് ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. ആദ്യത്തെ കാർഡ് നോക്കൂ, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾ, 6 ഓഫ് കപ്സ് റിവേഴ്സ്, പേജ് ഓഫ് കപ്സ് റിവേഴ്സ്, ലവേഴ്സ് കാർഡ്. പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്നാൽ മാത്രമേ നമ്മളിലേക്ക് എന്തും വരുള്ളൂ. ചാരിയറ്റ്, വരണ്ടേ പേഴ്സൺ, അതാണ് കാണിക്കുന്നത്. 9 ഓഫ് പെൻറ്റക്കിൾ, 5 ഓഫ് പെൻറ്റക്കിൾ റിവേഴ്സ് ആണ്. നോക്കാം, നിങ്ങളുടെ പേഴ്സൻ്റെയും എനർജിയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് മാത്രമാണ് ആവശ്യം. നമ്മുടെ യൂണിവേഴ്സ് നമുക്കായിട്ട് എന്താണ് കാർഡ്സിലൂടെ പറയുന്നത് നോക്കാം. ആദ്യത്തെ കാർഡ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾ ആണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ആയിട്ട് പ്ലാൻ ചെയ്യുകയാണ്. നിങ്ങളും അവരും സെപ്പറേഷനിലാണ് എങ്കിൽ അവർ നിങ്ങൾക്കായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള ആഗ്രഹത്തെയാണ് അല്ലെങ്കിൽ അവർ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് കാണിക്കുന്നത്. പെൻറ്റക്കിൾ കാർഡ് എന്ന് പറയുമ്പോൾ അവരിലെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെയും കാണിക്കുന്നുണ്ട്, അവരുടെ ഹാർഡ് വർക്കിനെയും കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് അത്രമേൽ ആഗ്രഹിക്കുമ്പോൾ അവരും നിങ്ങളുമായിട്ടുള്ള ജീവിതത്തെ തന്നെയാണ് അവർ മുന്നോട്ട് കാണുന്നത്. ഇന്ന് അവർ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ നിങ്ങളിലേക്ക് വരാം, നിങ്ങളെ എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമെന്നാണ്. അതിനായിട്ടുള്ളൊരു പ്ലാനിങ് ആണ് അവരിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അവർ ചെയ്യുന്നത്. ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു. നിങ്ങളും അവരും സെപ്പറേഷൻ ആവാൻ കാരണം ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മയാണ്, കറക്റ്റായിട്ടൊരു ഫൗണ്ടേഷൻ ഇല്ലായിരുന്നു. ഇന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഒരു ഫൗണ്ടേഷൻ വേണം, അതും സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ വേണം, അടിത്തറ വേണം. ഇനി നിങ്ങളെ ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ല. നിങ്ങളിലേക്ക് അത്രമാത്രം ആഗ്രഹിക്കുന്ന, നിങ്ങളുമായിട്ടുള്ള ജീവിതം ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സണെയാണ് കാണിച്ചു തരുന്നത്. പിക്ചർ നോക്കി തന്നെ മനസ്സിലാവുന്നത് എന്താണ്, ഇവിടെ പ്ലാൻ ചെയ്യാണ് എങ്ങനെ നിങ്ങളിലേക്ക് വരാം. അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും അതോടൊപ്പം അവർ നോക്കുന്നുണ്ട്. മുന്നോട്ട് പോകണമെങ്കിൽ ഫിനാൻഷ്യലായിട്ടുള്ള സ്റ്റെബിലിറ്റിയും ആവശ്യമാണ്. ആ ഒരു കാര്യവും അവർ നോക്കുന്നു, നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ആ ഒരു പ്ലാനിങ് തന്നെയാണ് കാണിക്കുന്നത്. സിക്സ് ഓഫ് കപ്സ് കാർഡ് നിങ്ങളുടെ എനർജിയാണ്, അതും റിവേഴ്സ് ആണ് കാർഡ്സ് വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. എങ്കിൽ കൂടിയും നിങ്ങളുടെ മനസ്സ് സ്റ്റക്കാണെന്ന് പറയുന്നു. എന്തിലാണ് സ്റ്റക്ക്? പാസ്റ്റിലാണ് സ്റ്റക്ക്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. നിങ്ങൾ മാറി നിൽക്കുകയാണ്, എങ്കിൽ കൂടിയും നിങ്ങൾ അവരെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അവരെ അങ്ങനെ പൂർണ്ണമായിട്ടും മറക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നാണ് കാർഡ്സ് പറയുന്നത്. നിങ്ങളുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് അവരിൽ തന്നെയാണ്, അതെവിടെയും പോയിട്ടില്ല. ഇവിടെ നിങ്ങൾ അവരോട് ചെയ്തിട്ടുള്ളൊരു കാര്യത്തിൽ നിങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടെന്ന് പറയുന്നു. അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവാം, മെസ്സേജ് കോളൊക്കെ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ നിങ്ങളാണ് ഇവിടെ താൽക്കാലികമായിട്ടും അവരെ മാറ്റി നിർത്തിയിട്ടുള്ളത്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അവരെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ കൂടെയും അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നു. അവരോട് ചെയ്തിട്ടുള്ള ഈ ഒരു ചെറിയൊരു തെറ്റുണ്ടല്ലോ, ആ ഒരു തെറ്റിൽ റിഗ്രറ്റ് കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ മനഃപൂർവ്വം ചെയ്തിട്ടുള്ളതല്ല, കാരണം നിങ്ങൾ അത്ര കണ്ട് വേദനിച്ചിട്ടുണ്ട്. അവരാണ് തെറ്റ് ചെയ്തിട്ട് മാറിപ്പോയിട്ടുള്ളത്. അപ്പോൾ ചെറിയൊരു വിഷമം നിങ്ങൾക്കും ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ പറയും, എനിക്കൊന്നും കൂടി ചിന്തിക്കണം, എനിക്ക് പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് വരണമെങ്കിൽ കുറച്ചും കൂടി ചിന്തിക്കണം എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ മാറ്റി നിർത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലാണ് ഇവിടെ റിഗ്രറ്റ് കാണിക്കുന്നത്. നിങ്ങളുടെ ശരികളാണ്, നിങ്ങളുടെയാണ് ജീവിതം. ഓക്കെ, നിങ്ങൾ ചെയ്തതിൽ തെറ്റൊന്നുമില്ല. ഓക്കെ,
അപ്പോൾ നിങ്ങൾ റിഗ്രറ്റ് വേണ്ട എന്ന് ഞാൻ പറയുകയാണ്. നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് പേജ് ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ എനർജി തന്നെയാണ്. ഇവിടെ നിങ്ങൾ യൂണിവേഴ്സ് സയൻസ് കാണിച്ചു തരുന്നില്ല. എന്താണ് സയൻസ് കാണിച്ചു തരാത്തതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടാവാം, റെയിൻബോസ് കാണുന്നുണ്ടാവാം, അല്ലെങ്കിൽ ബട്ടർഫ്ലൈസ് കാണുന്നുണ്ടാവാം. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഒറ്റ സൈൻ നിങ്ങൾക്ക് കാണുന്നില്ല, പോസിറ്റീവായിട്ടുള്ള സയൻസ് കാണുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ധാരണ യൂണിവേഴ്സ് നിങ്ങളെ കൈവിട്ടു എന്നാണ്. അങ്ങനെയല്ല, കറക്റ്റായിട്ടുള്ള സമയത്ത് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് അത് കാണിച്ചു തരും. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞൊരു വാക്ക് നിങ്ങളുടെ പേഴ്സനെ വേദനിച്ചിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. ഇപ്പോൾ നിങ്ങളും അവരും സെപ്പറേഷനിലാകുന്ന ഈ ഒരു നിമിഷം നിങ്ങൾ ചൈൽഡിഷ് ഇമോഷൻസ് ആണ് പ്രകടിപ്പിക്കുന്നത്. കുട്ടികളെ പോലെയാണ് നിങ്ങളിപ്പോൾ ഇമോഷൻസ് കൈകാര്യം ചെയ്യുന്നതെന്ന് പറയുന്നു. നിങ്ങൾക്ക് അവരോട് സ്നേഹമുണ്ട്, സ്നേഹം ഉണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ ഒരു ചെറിയ പിണക്കോ നീരസമൊക്കെ കാണിച്ച് മാറി നിൽക്കുകയാണ്. എനിക്കും നിങ്ങൾ ചെയ്തതുപോലെ ചെയ്യാൻ അറിയാമെന്ന് അവരെ കാണിച്ചു കൊടുക്കുകയാണ് അല്ലേ? ഇതാണ് നിങ്ങളിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓവർലി സെൻസിറ്റീവ് എന്നാണ് പറയുക. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് ചെയ്യുക, അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. കാരണം ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് എവിടെ ഉണ്ടായി പോകുന്ന ഒന്നല്ല എന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇതൊരു സോൾമേറ്റ് കണക്ഷനാണ്, ടിൻ ഫ്ലെയിം കണക്ഷനാണ്, ലവേഴ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് അവരുടെ ലൈഫിൽ ഒരു ചോയ്സ് മാത്രമായിരുന്നു നിങ്ങൾ, അവരുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അവരാണ് തെറ്റ് ചെയ്തിട്ടുള്ളത്, അവരാണ് നിങ്ങളെ വേദനിപ്പിച്ച് മാറിപ്പോയിട്ടുള്ളത് എങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇതൊരു സോൾമേറ്റ് കണക്ഷൻ എന്ന് തന്നെയാണ്. ഈ ബന്ധം എവിടെയും എന്തായി പോവില്ല എന്നാണ്. പുതിയതായിട്ട് തുടങ്ങാൻ പോവുകയാണ്. ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിച്ചതുപോലൊരു ജീവിതത്തിലേക്ക് എത്തിക്കുകയാണ്. ഫോളിങ് ലവ് എന്നാണ് പറയുന്നത്. നിങ്ങളെ ആത്മാർത്ഥമായിട്ട് അവർ സ്നേഹിക്കുന്നുണ്ട്. ഹെൽത്തി ബൗണ്ടറീസ് ആണ് ഈ കാർഡ്സ് പറയുന്നത്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് അവർക്ക് വരുന്നുണ്ട്. അവർ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളുമായിട്ടുള്ള നല്ല നിമിഷത്തെ അവർ ഓർത്തെടുക്കുന്നു. അപ്പോൾ പിണക്കൊക്കെ മാറിയിട്ട് നിങ്ങൾ ഒന്നാവാനായിട്ടുള്ള എല്ലാ സാധ്യതയുമാണ് യൂണിവേഴ്സ് പറയുന്നത്. അവരുടെ തിരിച്ചുവരവാണ് ചാരിയറ്റ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. ഫാസ്റ്റായിട്ടുള്ളൊരു എനർജിയാണ്, ഫാസ്റ്റായിട്ടുള്ളൊരു ആക്ഷനാണ്. ഇവിടെ പ്രോഗ്രസ് എന്നാണ് കാർഡ്സ് പറയുന്നത്, വിക്ടറി എന്നാണ്. നിങ്ങൾ സന്തോഷിക്കാൻ പോവുകയാണ്. തെറ്റുകൾ തിരുത്തിക്കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു. കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിയിട്ട് അവർ വരുന്നു. ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിമിഷം തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് കോളോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുവാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഇവിടെയുണ്ട്. അവർ യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുന്നു. ട്രാവൽ എന്നാണ് കാർഡ് പറയുന്നത്. കോൺഫിഡൻസ് ആയിട്ട് തന്നെയാണ് ഈ ബന്ധത്തിൽ അവർ നിൽക്കുന്നത്. അവർ അവരുടെ മനസ്സിനെ കൺട്രോളാക്കിക്കൊണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുള്ള വാക്കും കാര്യങ്ങളൊക്കെ അവർക്കറിയാം. എങ്കിൽ കൂടിയും അവരാണ് തെറ്റ് ചെയ്തതെന്ന് അവർക്കറിയാം. എല്ലാം തിരുത്തി അവർ നിങ്ങളിലേക്ക് വരികയാണ്. ഇവിടെ എനർജി എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ്. സ്പീഡായിട്ടുള്ള റിയാക്ഷൻ തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ അവർ നിങ്ങളിലേക്ക് വരുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് എല്ലാവരും എനർജി അല്ല. നിങ്ങളുടെ ലൈഫിലേക്ക് റീഡിങ് വാല്യൂഡ് ആവുകയാണെങ്കിൽ സ്വീകരിക്കാം. ഇവിടെ 9 ഓഫ് പെന്റക്കിൾ ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ ബന്ധത്തിൽ പുതിയ തുടക്കം, എവേക്കനിങ് ആണ് പറയുന്നത്. സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയൽ സാറ്റിസ്ഫാക്ഷൻ എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ ഫിനാൻഷ്യലായിട്ടുള്ള സ്റ്റെബിലിറ്റിക്കോടൊപ്പം അവരുടെ സ്നേഹവും കാണിക്കുന്നു. പേഴ്സണലായിട്ടുള്ള അച്ചീവ്മെൻ്റ് ആണ്, നിങ്ങളിലേക്ക് നേട്ടം തന്നെയാണ് കാണിക്കുന്നത്, പ്രോഗ്രസ് ആണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഇന്നർ പീസിനെയാണ് പറയുന്നത്. ഇവിടെ സക്സസ്ഫുൾ ലൈഫ് നിങ്ങളിലേക്ക് വരികയാണ്. നിങ്ങൾ എന്തൊരു കാര്യമാണോ യൂണിവേഴ്സിനോട് ട്രസ്റ്റ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുള്ളത് അവിടെ നിങ്ങൾക്ക് ഹാർവെസ്റ്റ് എന്നാണ്. പോസിറ്റീവ് തിങ്കിങ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുള്ളവർ, മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളവർ ലോ ഓഫ് അട്രാക്ഷനിലൂടെ നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളിലെ അബണ്ടൻസ് എന്നാണ് കാർഡ് പറയുന്നത്. അത്രയേറെ സന്തോഷിക്കാൻ പോകുന്ന നിമിഷത്തെയാണ് നിങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ കാണാൻ പോകുന്നത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങൾ നേടാൻ പോവുകയാണ്. ഇവിടെ 5 ഓഫ് പെന്റക്കിൾ ആണ്, റിവേഴ്സ് ആണ്, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. ഇവിടെ അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അവർക്ക് ചെറിയൊരു ഭയത്തെ കാണിക്കുന്നുണ്ട്. അവരിലെ കഴിവില്ലായ്മയാണ് അവരും നിങ്ങളും സെപ്പറേഷൻ ആവാൻ കാരണമെന്ന് അവർ തിരിച്ചറിയുന്നു. ആ ഒരു സമയത്ത് അവർക്ക് തീരുമാനമെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നവർ തിരിച്ചറിയുന്നു. ഇവിടെ നിങ്ങളിലേക്ക് മാത്രമാണ് അവരൊരു പോസിറ്റീവ് എനർജി കണ്ടിട്ടുള്ളത്. അവർ തീരുമാനമെടുക്കാനായിട്ട് താമസിച്ചിട്ടുള്ളത്, വൈകിപ്പോയത്
അവരിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടാണെന്ന് അവർ തിരിച്ചറിയുന്നു, അവരുടെ ഇടപെടലാണെന്ന് തിരിച്ചറിയുന്നു. ഇന്ന് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എന്നുള്ള സംശയം അവരിലുണ്ട്. നിങ്ങൾ തിരിച്ച് അവരോട് പഴയതുപോലെ സ്നേഹം പ്രകടിപ്പിക്കുമോ? ആ ഒരു സ്നേഹം അവരിലേക്ക് ഉണ്ടാകുമോ? അവർ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ആ തെറ്റിനെ അവർ ഓർക്കുന്നുണ്ട്, അതിലവർക്ക് ഭയമുണ്ട്. കാരണം നല്ല രീതിയിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടാണ് അവർ പോയിട്ടുള്ളത്. ആ വേദനയുടെ ആഴം നിങ്ങൾ മാത്രമാണ് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളത്. നിങ്ങൾ അനുഭവിച്ച ആ വേദനയുടെ ഒരംശം മാത്രമാണ് ഇപ്പോൾ അവർ അനുഭവിച്ചറിയുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ തിരിച്ച് കോണ്ടാക്ട് ചെയ്തപ്പോൾ, ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ നിങ്ങൾ കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാവാം, നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവാം. അപ്പോൾ അവർ നല്ല രീതിയിൽ വേദനിച്ചു. എന്നാൽ ആ ഒരു വേദന എന്ന് പറയുന്നത് നിങ്ങൾ അനുഭവിച്ച അത്രയില്ല. ഇവിടെ നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ആ ഒരു ബന്ധം നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ചെറിയൊരു ഭയം കാണിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങളിനി പെരുമാറുക, അതാണ് ഇവിടെ കാണിക്കുന്നത്. അവർക്ക് നിങ്ങളെ വേണം, പക്ഷെ നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുക എന്നുള്ളൊരു ഭയമുണ്ട്. നിങ്ങളുടെ മനസ്സിലെന്താണ് അവർക്ക് അറിയുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ എന്താണ്, യൂണിവേഴ്സിന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ നിങ്ങളുടെ മനസ്സിൽ എന്താണ് എന്ന്. ഓക്കെ, നമുക്ക് നോക്കാം. 3 ഒറക്കൽ ഡെക്ക് കൂടി എടുക്കാം നമുക്ക്. അപ്പോൾ ചെറിയൊരു ബ്ലോക്ക് എനർജി എന്ന് പറയുന്നത് അവരിൽ ഒരു ഭയമാണ്. അവരാണ് തെറ്റ് ചെയ്തതെന്ന് അവർക്ക് അറിയാലോ. നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് അവർക്ക് അറിയുന്നില്ല, നിങ്ങൾ എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന് അവർക്ക് അറിയുന്നില്ല. ഹിഡൻ ഡിസൈർസ്. ഓക്കെ, 3 കാർഡ്സ് ഒരുമിച്ചാണേ. ഫ്രീ ഫ്ലൈറ്റ്സ്, കീപ് പാഡ്ലിംഗ്, ഹിഡൻ ഡിസൈർസ്. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യമാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തത്. അവർക്ക് അറിയുന്നില്ല എന്താണ് നിങ്ങളുടെ മനസ്സിലെന്ന്. അതാണ് നമ്മൾ നോക്കുന്നേ. There's someone else or a fantasy that's unfulfilled. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ മനസ്സിലുണ്ട്, ആ ഒരു ആഗ്രഹം പൂർത്തീകരിക്കാതെ കിടക്കുകയാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. അവരുമൊത്ത് നിങ്ങൾ ജീവിക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചു, അത് പൂർത്തീകരിക്കാതെ കിടക്കുകയാണ്. സെക്കൻഡ് കാർഡ് നോക്കാം. ഫ്രീ ഫ്ലൈറ്റ്സ്. ഇവിടെ നിങ്ങളുടെ മനസ്സിൽ പരസ്പരം വളരാനായിട്ട് ഇടം നൽകുകയാണ്. നിങ്ങളുടെ ഗ്രോത്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ പ്രോഗ്രസ് നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ സ്റ്റെബിലിറ്റി നോക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ പരമായിട്ടും നിങ്ങളുടെ ജീവിതവും നിങ്ങൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും നല്ല രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം, അവർക്കും എന്നെ പോലെ വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു മോശം കാര്യം അവർക്ക് വരാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഒരുമിച്ച് പോകണമെന്നാണ്, ഒരുമിച്ച് വളരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇത് എനിക്കും നിങ്ങൾക്കും അറിയാം, റീഡിങ് കാണുന്ന നിങ്ങൾക്കും അറിയാം, പക്ഷെ അവർക്കിത് അറിയില്ലല്ലോ. കീപ് പെഡ്ലിംഗ്. എന്ത് തടസ്സം വന്നാലും മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്, അല്ലേ? ഈ ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് തടസ്സങ്ങൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ തരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ എത്രയൊക്കെ തടസ്സം വന്നാലും, തൻ്റെ ജീവിതത്തിൽ എത്രയൊക്കെ ബുദ്ധിമുട്ട് വന്നാലും മുന്നോട്ടെന്നാണ് നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതാണ് നിങ്ങളുടെ മനസ്സിൽ. ഹാർമണി. എന്താണ് ഇനി പറയേണ്ടത്? യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവാണ്, ഹാർമണിയാണ്. പരസ്പരം ഇണങ്ങി ജീവിക്കുകയും ഒത്തുചേരുകയും ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ജീവിതം യൂണിവേഴ്സ് തന്നെ അനുഗ്രഹിച്ചു തന്നിട്ടുള്ളതാണ്. ഇവിടെ നിങ്ങൾ അവരോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. എനിക്ക് കുറച്ചും കൂടി സ്പേസ് വേണം, അല്ലെങ്കിൽ കുറച്ചും കൂടി ചിന്തിക്കാൻ അവസരം വേണമെന്ന് നിങ്ങൾ പറഞ്ഞു. പക്ഷേ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് മറക്കാനായിട്ട് സാധിക്കുന്നില്ല. അവർ നിങ്ങൾക്ക് ലൈഫിൽ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഒരുമിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുതന്നെയാണ് യൂണിവേഴ്സ് കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്.
ഈ റീഡിംഗ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.